കാക്കക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ 2 മയിൽ കുഞ്ഞുങ്ങളെ 4 മാസത്തെ പരിചരണത്തിനു ശേഷം ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു. 4 മാസം മുൻപ് പട്ടുവ മംഗലശ്ശേരി സ്വദേശി ഷാറൂണിനു കിട്ടിയ മയിൽ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം തളിപ്പറമ്പ് ഫോറസ്റ്റ് റെസ്ക്യൂ ടീം ഏറ്റെടുക്കുകയായിരുന്നു. മുട്ട വിരിഞ്ഞ് 3 ആഴ്ചയോളം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെയാണ് പറക്കാൻ കഴിയുന്ന സാഹചര്യം വരെ ഇവർ പരിചരിച്ചത്. കാടുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ നിന്നും മയിലുകൾ കൂടുതലായി നാട്ടിൻപുറങ്ങളിൽ എത്താറുണ്ടെങ്കിലും മയിലിന്റെ കുഞ്ഞുങ്ങളെ പലപ്പോഴും കാണുന്നത് അപൂർവമായാണ്. സെപ്റ്റംബർ 6-ന് കാക്കക്കൂട്ടം ആക്രമിച്ച മയിൽ കുഞ്ഞുങ്ങളെ പ്രദേശവാസിയായ ഷാരോൺ രക്ഷപ്പെടുത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുമായി ബന്ധപ്പെട്ട് കൈമാറുകയായിരുന്നു. തുടർന്ന് ഫോറസ്റ്റ് ടീം അംഗങ്ങൾ സ്ഥലത്തെത്തി ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. അമ്മ മയിലിൽ നിന്നും വേർപെട്ട കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടാൽ ഇവയുടെ ജീവനു തന്നെ ഭീഷണിയുണ്ടാകുമെന്നതിനാലാണ് സംരക്ഷിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 6-നാണ് തളിപ്പറമ്പ് മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും 2 മയിൽ കുഞ്ഞുങ്ങളെ കാക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി, കാക്കക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഷാറൂൺ എന്ന വ്യക്തി വനംവകുപ്പിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് ആ 2 കുഞ്ഞുങ്ങളെ ഓഫീസിലെത്തിച്ചു. മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെൻറ്റർ ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിൻ്റെ സംരക്ഷണ ചുമതല ഏർപ്പെടുത്തി. ഇപ്പോൾ ഇന്ന് അത് സ്വയം പ്രാപ്തി നേടി. ഇപ്പോൾ അതിനെ ഇവിടെ തൊട്ടടുത്ത് തന്നെ മംഗലശ്ശേരിക്ക് അടുത്ത് തന്നെ അതിനെ തുറന്നുവിടുക. ഫോറസ്റ്റിന് ലഭിക്കുമ്പോൾ ഏകദേശം 3 ആഴ്ചയോളം പ്രായമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. എന്നാൽ പറക്കുമുറ്റുന്ന 4 മാസത്തോളം കാലം ഈ 2 കുഞ്ഞുങ്ങളും തൃച്ചംബരത്തുള്ള മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് സ്റ്റാഫ് അംഗമായ അനിൽ തൃച്ചംബരത്തിന്റെ വീട്ടിൽ സുരക്ഷിതമായി പരിചരിക്കുകയായിരുന്നു. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ശനിയാഴ്ച ഉച്ചയോടെ തളിപ്പറമ്പിനടുത്തുള്ള പ്രദേശത്തെ ഇവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് ഇവയെ തുറന്നുവിട്ടു. ഫോറസ്റ്റിലേക്ക് ഒരു കോൾ വന്നു. സെപ്റ്റംബർ 5-ാം തീയതി കാക്കയുടെ ആക്രമണത്തിൽ 2 മയിൽക്കുട്ടികൾ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഷാരൂൺ പിക്ക് മംഗലശ്ശേരി ഭാഗത്ത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫ് ഫോറസ്റ്റ് നിർദ്ദേശപ്രകാരം ഞാനവിടെ പോയി അവരിൽ നിന്ന് അതിനെ കളക്ട് ചെയ്ത് ചെറിയ കുട്ടിയായിരുന്നു. ഫോറസ്റ്റ് സാർ പറഞ്ഞു അതിനെ സംരക്ഷിക്കാൻ. അപ്പോൾ ഇത് 4 മാസമായി. ഇനിയിപ്പോൾ അതിനെ സ്വതന്ത്രമാക്കാം. ആദ്യമൊക്കെ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ വിസമ്മതിച്ച 2 പെൺമയിലുകളും പതിയെ പ്രകൃതിയോടിണങ്ങി കാട്ടിലേക്ക് നടന്നകന്നു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ജലഗതാഗത വകുപ്പിന്റെ ആദ്യ വാട്ടർ ടാക്സി തിങ്കളാഴ്ച മുതൽ പറശ്ശിനിപ്പുഴയിൽ സർവീസ് നടത്തും. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പറശ്ശിനിക്കടവിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വാട്ടർ ടാക്സി സർവീസ് നടത്തുന്നതോടെ സാധിക്കുമെന്ന് ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലബാർ മലനാട് റിവർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ ബോട്ട് ടെർമിനൽ കേന്ദ്രീകരിച്ചാണ് വാട്ടർ ടാക്സി സർവീസ് നടത്തുന്നത്. പുതുവർഷ സമ്മാനമായി ലഭിച്ച ഇന്ത്യയിലെ 2ാമത്തെ വാട്ടർ ടാക്സിയാണിത്. ജെയിംസ് മാത്യു MLA-യുടെ ഇടപെടലിന്റെ ഫലമായാണ് ജലഗതാഗത വകുപ്പിന്റെ 2ാമത്തെ വാട്ടർ ടാക്സി പറശ്ശിനിയിൽ അനുവദിച്ചത്. സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 4 വാട്ടർ ടാക്സികളിൽ ആദ്യത്തേത് ഒക്ടോബറിൽ ആലപ്പുഴയിൽ സർവീസ് തുടങ്ങിയിരുന്നു. സ്വീഡനിൽ നിന്നെത്തിച്ച OXC ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച വാട്ടർ ടാക്സിക്ക് മണിക്കൂറിൽ 15 നോട്ടിക്കൽ മൈൽ വേഗതയുണ്ട്. ഇന്ധനക്ഷമതയുടെ കാര്യത്തിലും മറ്റ് യാത്രാ ബോട്ടുകളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ് വാട്ടർ ടാക്സി. കൊച്ചിയിലെ നവഗതി മെറൈൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻസ് ആണ് സംസ്ഥാന ജലഗതാഗത വകുപ്പിനായി ബോട്ട് നിർമ്മിച്ചത്. 1 മണിക്കൂറിന് 1500 രൂപയാണ് നിരക്ക്. 10 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 160 രൂപ. അരമണിക്കൂറിന് 750 രൂപയ്ക്കും സഞ്ചരിക്കാം. പറശ്ശിനിക്കടവിലെ ടൂറിസം സാധ്യതകൾ പരിശോധിച്ച് കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഫോൺ വിളിച്ചാൽ ടാക്സി ലഭിക്കും. ബുക്കിംഗിന് ധർമ്മശാലയിലെ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്ററിൽ സൗകര്യമൊരുക്കും. രാവിലെ 10-ന് ജലഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ ഒരു വാട്ടർ ടാക്സി
നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത്. ആന്തൂർ നഗരസഭയ്ക്ക് കേരള സർക്കാരിൻ്റെ ഒരു പുതുവർഷ കൈനീട്ടം കൂടിയായാണ് അതിനെ നമ്മൾ കാണുന്നത്. ഇത് വാട്ടർ ടാക്സി 10 പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ്. ടൂറിസ്റ്റുകൾക്കും മറ്റുള്ളവർക്കും. ജെയിംസ് മാത്യു MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ, KV പ്രേമരാജൻ, K പ്രേമരാജൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പാപ്പിനിശ്ശേരി പഞ്ചായത്ത് നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പാപ്പിനിശ്ശേരി EK നായനാർ സ്മാരക പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കേരള സാഹിത്യ അക്കാദമി ജനറൽ കൌൺസിൽ അംഗം TP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പറശ്ശിനിക്കടവിലെ തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VC അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. K സന്തോഷ് ഉപഹാര സമർപ്പണം നടത്തി. രാജേഷ് കോവൽ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. മാടായി ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജ്വല വിജയം നേടിയ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ട് പഴയങ്ങാടിയിൽ വിജയ ഘോഷയാത്ര സംഘടിപ്പിച്ചു. മാടായി പഞ്ചായത്ത് പരിസരത്തു നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പുതിയങ്ങാടിയിൽ സമാപിച്ചു. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന വിജയ ഘോഷയാത്രയിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. വിജയികളായവരെ ഹാരാർപ്പണം നടത്തി. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് കായിക്കാരൻ സഹീദ്, SK ആബിദ, PV ധനലക്ഷ്മി, CHM മുസ്തഫ, സുധീർ വെങ്ങര, പുന്നക്കൻ മുഹമ്മദ് അലി, ആയിഷ B ഒടിയിൽ, റഷീദ ഒടിയിൽ, PM ഷെരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, പഴയങ്ങാടി. ഇന്ത്യയിലെ കാർഷിക മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബില്ലിനെതിരെയുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി കരുത്താർജിക്കുന്നു. സംയുക്ത കർഷക സമിതി, കർഷക സംഘം, പാപ്പിനിശ്ശേരി വില്ലേജ് കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ വായനയും കർഷക സംരക്ഷണ പ്രതിജ്ഞയും നടത്തി. ഇന്ത്യൻ കാർഷിക മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബില്ലിനെതിരെ രാജ്യത്തു നടക്കുന്ന കർഷക പ്രക്ഷോഭത്തെ പിന്തുണച്ചും ഇന്ത്യൻ കാർഷിക മേഖലയെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാപ്പിനിശ്ശേരി വെസ്റ്റ് അഴീക്കോടൻ സെന്ററിന് സമീപം നടന്ന പരിപാടിയിൽ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി PV മോഹനൻ, പ്രസിഡന്റ് CV സുനിൽകുമാർ, പ്രകാശൻ പാപ്പിനിശ്ശേരി, KP സദാനന്ദൻ, രാമദാസൻ എന്നിവർ സംസാരിച്ചു. അഞ്ചരക്കണ്ടി ഏരിയയിൽ നിന്നാണ് സഹാക്കൾ പങ്കെടുത്തിട്ടുള്ളത്. സമരം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് നടക്കുന്നത്. സമരത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കർഷകരുടെ പ്രശ്നങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് സമ്പന്നരെ സംരക്ഷിക്കുന്ന നിലപാടുമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അംബാനിയെ അതുപോലെ തന്നെ അദാനിയെ സഹായിക്കുക എന്നുള്ള ഒറ്റ നിലപാട് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഉള്ളത്. കർഷകരെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടായിട്ടില്ല. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. മയ്യിൽ കണ്ടക്കൈപ്പറമ്പിലെ KC ഗോവിന്ദൻ മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. CPM മുൻ ഏരിയ സെക്രട്ടറി, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം, കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം SJM വായനശാല സെക്രട്ടറി, പ്രസിഡന്റ്, മയ്യിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, FSCTO ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, ഇരിക്കൂർ ബ്ലോക്ക് ഫെഡറേറ്റഡ് സമിതി ചെയർമാൻ എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. മയിൽ ഇടുഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് അധ്യാപകനായി വിരമിച്ചത്. ഉളിക്കൽ പഞ്ചായത്ത് ഹൈസ്കൂൾ, രാമന്തള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ, ശ്രീകണ്ഠാപുരം ഹൈസ്കൂൾ, കൊയ്യം ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മൃതദേഹം കണ്ടക്കൈ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. കണ്ടക്കൈ പറമ്പിലെ പരേതരായ കണിയാട്ടുചാലിൽ അമ്പുവിന്റെയും പാറുവിന്റെയും മകനാണ്.
ഭാര്യ ടി വസന്ത, മക്കൾ KC സുനിൽകുമാർ, KC സ്മിത, പരേതനായ KC സുമേഷ്. CPM മുൻ മയ്യിൽ ഏരിയ സെക്രട്ടറി KC ഗോവിന്ദൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. അധ്യാപക പ്രസ്ഥാനത്തിന്റെയും കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും നേതാവായിരുന്ന KC ഗോവിന്ദൻ മാസ്റ്റർ മികച്ച സഹകാരിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ന്യൂസ് ഡെസ്ക് സീൽ ന്യൂസ്. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി KK രാഗേഷ് MPയുടെ നേതൃത്വത്തിൽ മുദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 കോടിയുടെ വികസന പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച 50 ലക്ഷം രൂപയുടെ പുതിയ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൂളിൽ നടന്ന പരിപാടി KK രാഗേഷ് MP ഉദ്ഘാടനം ചെയ്തു. 30 കോടി രൂപയുടെ പദ്ധതികൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തി കൂടി പൂർത്തിയാകുമ്പോൾ, അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായി അനുവദിച്ചിട്ടുള്ള ഒരു 2,26 ലക്ഷം രൂപയുടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്തൊന്നും അറിയാതെ ഞങ്ങൾ വാങ്ങിയെടുത്തതാണ്. 2,26 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ടെൻഡർ ആയിട്ടുണ്ട്, വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലാണ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. മുമ്പിലുള്ള ഗേറ്റും കമാനവും അതുപോലെ തന്നെ ഓപ്പൺ എയർ ഓഡിറ്റോറിയവും അങ്ങേ സൈഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കിഫ്ബി ബിൽഡിങ്ങിന്റെ മേലെ ഒരു നില കൂടി വെച്ചുകൊണ്ടാണ് 2,26 ലക്ഷം രൂപയുടെ പ്രൊജക്ട് ഇനി പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട്, തുടങ്ങാൻ ബാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. ഇന്ററാക്ടീവ് ഫ്ളാറ്റ് പാനൽ ഉൾപ്പെടെ എല്ലാ ക്ലാസ് മുറികളും അത്യാധുനിക സൗകര്യങ്ങളോടെ 2000 വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡിജിറ്റൽ ലൈബ്രറി, സോളാർ സിസ്റ്റം തുടങ്ങിയവയുടെ പ്രവർത്തനം പൂർത്തിയായി വരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ലഭ്യമാക്കിയാണ് വികസന പദ്ധതി നടപ്പിലാക്കുന്നത്. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനീഷ, വൈസ് പ്രസിഡന്റ് A പങ്കജാക്ഷൻ, മുദ്ര വിദ്യാഭ്യാസ കൺവീനർ PP ബാബു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ചന്ദ്രൻ, VK സുരേഷ് ബാബു, K ബിന്ദു, മുംതാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ് മുണ്ടേരി. ലൈബ്രറി കൌൺസിൽ ആന്തൂർ മോറാഴ നേതൃസമിതിയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആന്തൂർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി PK വിജയൻ ഉദ്ഘാടനം ചെയ്തു. നേതൃസമിതി ചെയർമാൻ T വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക ഭരണം നാളെ എന്ന വിഷയത്തിൽ SP രമേശൻ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സുശീല, വൈസ് പ്രസിഡന്റ് K പ്രദീപൻ, പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് E സുജാത, ലൈബ്രറി കൌൺസിൽ നേതൃസമിതി കൺവീനർ പോള രവീന്ദ്രൻ, E ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, പാപ്പിനിശ്ശേരി. ചൂട്ടാട് പാർക്കിൽ വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങി. രാവിലെ മുതൽ രാത്രി 8 മണിവരെയാണ് സന്ദർശകർക്ക് പ്രവേശനം. ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ചൂട്ടാട് പാർക്ക് സജീവമായി. ദിവസേന 100 കണക്കിന് സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിനോദത്തിലേർപ്പെടാൻ ഇവിടെ സൗകര്യമുണ്ട്. പാർക്ക്, ബോട്ടിംഗ്, ഫുഡ് കോർട്ട് എന്നിവയും സജീവമായി. ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയെന്ന് പാർക്ക് അധികൃതർ പറഞ്ഞു. ചൂട്ടാട് ബീച്ച് 10-ാം തീയതി മുതൽ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡം അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇവിടെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കോർട്ട്, ബോട്ടിങ്, അതുപോലെ കുട്ടികൾക്ക് പല കളിക്കുന്ന എക്യുപ്മെൻറ്റ്സും എല്ലാം ഇവിടെ ഉണ്ട്. ജനങ്ങളിവിടെ നല്ല രീതിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. സീൽ ന്യൂസ്, പഴയങ്ങാടി. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ വന്യം 2020 ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. ആന്തൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ P മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്ത് ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാനുള്ള വേദിയാണ് വന്യം. ഇവിടെ നിന്നും ആവശ്യക്കാർക്ക് ചിത്രങ്ങൾ വാങ്ങുവാൻ സാധിക്കും. വിൽപ്പനയിൽ ലഭിക്കുന്നതിൽ നല്ലൊരു ശതമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകും. സ്നേക്ക് പാർക്ക് ഡയറക്ടർ പ്രൊഫസർ E കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു.
കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എബി എൻ ജോസഫ് മുഖ്യാതിഥിയായി. സ്നേക്ക് പാർക്ക് സിഇഒ അവിനാഷ് ഗിരിജ, പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ മേഖലാ സെക്രട്ടറി വർഗീസ് കളത്തിൽ, ക്ഷേത്രകലാ അക്കാദമി മെമ്പർ ഗോവിന്ദൻ കണ്ണപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യവകുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് ചിത്ര പ്രദർശനമെന്ന് ഡയറക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ അറിയിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. കുറുമാത്തൂർ ഈയൂർ സ്വദേശിയായ AV അശ്വതിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കുറുമാത്തൂരിലെ ഈയൂരിലെ സ്വന്തം വീട്ടിൽ വെച്ച് തീകൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറഞ്ഞു. സീൽ ന്യൂസ്, തളിപ്പറമ്പ.